ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് സന്തോഷങ്ങളോ രഹസ്യങ്ങളോ ദുഃഖങ്ങളോ ആയിരിക്കും. എന്നാൽ ഭക്തർ ഒരു കാര്യം അറിയുക, ഇത്തരം കാര്യങ്ങൾ ചില വ്യക്തികളോട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദവും ദുഃഖവും നൽകുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നതുപോലെ എല്ലാവരും നിങ്ങളുടെ നന്മയും സന്തോഷവും ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല. ഭക്തരെ, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും. നിങ്ങൾക്ക് ഇവരിൽ ഏറ്റവും വിശ്വാസവും ഉണ്ടായിരിക്കും. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ ഒരു രഹസ്യം കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപദേശിക്കും. എന്നോട് പറഞ്ഞതുപോലെ ഈ രഹസ്യം നീ ആരോടും പറയരുതെന്ന്. ആ സുഹൃത്ത് ആത്മാർത്ഥത ഉള്ളവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും കളിയാക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുന്ന ആളുകളോടും നിങ്ങളുടെ രഹസ്യങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക. മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് അറിയുക. ഈ പ്രപഞ്ചം തന്നെ രഹസ്യങ്ങളുടെ കലവറയാണ്. അതിൽ ചെറിയൊരു അളവ് പോലും മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്തു കാര്യവും നിസ്സാരമായോ തമാശയായോ കാണുന്ന സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുക. കാരണം അവർ തമാശ രൂപത്തിൽ മറ്റുള്ളവരോട് അത് പറയുകയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും. സ്വന്തം കാര്യം മാത്രം പ്രധാനപ്പെട്ടതായി കാണുന്നവരോടും നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളോ വിഷമങ്ങളോ പങ്കിടരുത്. കാരണം അത് വെച്ച് അവർ നിങ്ങളോട് വിലപേശാൻ ഇടയുണ്ട്. നിങ്ങളോട് അസൂയയും ദേഷ്യവും ഉള്ള ഒരു വ്യക്തിയോടും ഇത്തരം കാര്യങ്ങൾ മാനസിക സമ്മർദ്ദം മൂലമോ മദ്യപാനത്തിൽപ്പെട്ട് സ്വയം ബോധമില്ലാതെയോ പറയുകയാണെങ്കിൽ അവർ അതിൽ ഒരുപാട് സന്തോഷിക്കുകയും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കിടുകയും ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാവുകയും ചെയ്യും എന്ന് പ്രിയ ഭക്തർ അറിയുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും താക്കോൽ ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. അത് സൂക്ഷിക്കാൻ അർഹതയുള്ള ഏക വ്യക്തി നിങ്ങൾ മാത്രമാണെന്ന് അറിയുക. സന്തോഷകരമായ ജീവിതം നയിച്ച് ഭക്തരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഓം നമഃ ശിവായ.